താനും ഭാര്യയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം എന്നല്ലാതെ എന്തു പറയാൻ? എന്ത് പുണ്യം, ഏത് ഫലം? വല്ല പുണ്യവും ചെയ്തിരുന്നെങ്കിൽ ഈ ജന്മം ഞങ്ങൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടി വരുമായിരുന്നു. എന്താ ശശി, വഴിയിൽ വെച്ച് തന്നെ വഴക്ക് തുടങ്ങണം. വർമ്മ സാർ പറഞ്ഞ ആ പുണ്യത്തിന്റെ ഫലം അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ അല്പസ്വല്പം കോമൺ സെൻസ് ഒക്കെ വേണം. തന്റെ ഭാര്യയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോകാനും വഴിപാട് ചെയ്യാനും എന്നെപ്പോലൊരു മഹാനെ ഒത്തുകിട്ടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. ചിന്തിക്കണം. വെറും സാധാരണക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാ എന്നെ പറ്റി ഒരു മതിപ്പ് തോന്നാത്തത്. ഇത്രയും വലിയ മഹാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ എന്നെ കെട്ടാൻ എന്റെ അച്ഛൻ വേറെ ആളെ അന്വേഷിച്ചാണ്. വേറെ ആളെ നോക്കാത്തത് നിന്റെ മുജ്ജന്മ സുഹൃതം. ശശി ഓഫീസിൽ പോകുന്നില്ലേ? ഞങ്ങൾ ഇപ്പൊ റെഡിയായേക്കാം. ഓ, കാലത്ത് തന്നെ ഇയാൾ ഇവിടെ കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. തിരുമുഖം കണ്ണി കണ്ടാ തീർന്നു ഇന്നത്തെ കാര്യം. കാലത്ത് ഇവിടെ വന്നു ഇല്ല, അമ്പലത്തിൽ ചെന്നു ഇല്ല, പിന്നെ എവിടെ പോയി? ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയൽവക്കക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? ആട്ടെ, പിഴച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് നിർത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ചവെള്ളം കിട്ടില്ല. പിഴച്ചിട്ട് വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലതും നക്കിട്ട് പോ. സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ. ഇതാണ് വീട്. വാടക കൊടുത്താ പിന്നെ വാടകക്കാരെ ഇറക്കാനും കേസ് നടത്താനും വീട് വെക്കേണ്ടി വരും. ഏട്ടൻ എന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ പക്കിലദ്ദേഹം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതി. ഞാനും നിങ്ങളുടെ അച്ഛനും ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്നതാണ്. നിങ്ങളെനിക്ക് എന്റെ മക്കളെ പോലെയാണ്. എവിടെയെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടെങ്കിൽ അറിയിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ വിശ്രമിക്കും. ശരി. എനിക്ക് കോടതി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ശരി. കാലത്ത് തന്നെ സൂര്യൻ ഉദിച്ചു. വല്ല കാര്യമുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഇന്നും ബെക്കാഫി കൊണ്ട് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞ വായിലെ വെള്ളം വറ്റിച്ചതാ. ആക്രി കിടക്കാളും കഷ്ടം. ഇളയമ്മേ, ഇളയമ്മേ, ഇന്നും ബെഡ് കോഫി കൊണ്ട് വച്ചിട്ടില്ല. മൂപ്പിലാൻ പറഞ്ഞു കാണും വലിയ ലക്ഷറി ഒന്നും വേണ്ടെന്ന്. നമ്മളുടെ പറഞ്ഞ് അയ്യ എന്നായിരിക്കുന്നു. എന്താ? അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരുമല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാൽ എന്താ? തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി, പിശാചുക്കള മനുഷ്യന്റെ പേടിയാ. ഇത് എന്റെ കുറ്റമല്ല. ഇന്നത്തേക്കുള്ള കാശിങ്ങിതാ. ഞാനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്. ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖമായി. അപ്പോ സിനിമ, നാടകം എന്നൊക്കെ പറയുന്നത് ഒരാളിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് തമാശ കളിക്കാനുള്ള ഒരു പോസ്റ്റ് അല്ല. ജേക്കബ് തികഞ്ഞൊരു സത്യക്രിസ്ത്യാനിയും ഭക്തനുമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അയാൾ ഒരു യുക്തിവാദിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. സമ്മതിക്കില്ല. എന്റെ അക്കൗണ്ടന്റ് ദൈവഭക്തിയുള്ളവനും ആണത്വമുള്ളവനുമായിരിക്കണം. സിനിമ, സ്പോർട്സ് തുടങ്ങിയ അനാവശ്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കരുത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരെ ഈ നാട്ടിൽ കിട്ടുമോ? ഈ നാട്ടിലില്ലെങ്കിൽ മറുനാട്ടിൽ തപ്പും. വക്കീൽ സാർ ഏതായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി.
നോക്കട്ടെ. സ്വന്തം ജാതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലടേ, നാളെ മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പട്ടര് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പട്ടര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ. മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധി ആയിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി. നേരം വെളുത്തിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ இந்த പട്ടാളത്ത് പോയോ? അല്ലെ ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? നിന്റെ തലമുടി കുറച്ച് ആകപ്പാടെയുള്ള ഒരു തലയാ. അത് അവസ്മാരം പിടിച്ചോന്റെ കയ്യിലേൽപ്പിക്കാൻ എനിക്ക് എന്താ ഭ്രാന്ത? നീ വാ, ഒരു സ്മാരടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. അത് ശരി. ആട്ടെ, ഇത്തവണ പാസ്സാവോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. എന്നിട്ട് എന്തായി? സുഖമായിട്ട് അങ്ങ് തോറ്റു. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാ. കേട്ടില്ലേ? ഇതാ തള്ള. പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇവള് SSLC പാസ്സായാൽ ഇവളുടെ അച്ഛൻ തിരുപ്പതിയിൽ പോയി തല മൊട്ടയടിക്കാമെന്ന് നേർന്നതാ. അയാളുടെ ഒരു ഭാഗ്യത്തിന് മൊട്ടയടിക്കേണ്ടി വന്നില്ല. ഒന്നോട് ചോദിച്ചേ, 5 പ്രാവശ്യം BA എഴുതി ജയിക്കുന്നതും SSLC തോക്കുന്നതും രണ്ടും ഒരുപോലെയാ. എന്നാലും വിദ്വാൻമാർക്ക് വെച്ച് വിളമ്പാൻ ഞങ്ങളെ തന്നെയല്ലേ കിട്ടിയുള്ളൂ. പെണ്ണുങ്ങളായ വെക്കാനും വിളമ്പാനും പഠിക്കണം. അതിനു മേലെ ഒരു പഠിപ്പും വേണ്ട. പറഞ്ഞു കൊടുക്കുക ചേച്ചി. ഇപ്പൊ അവര് യൂണിയനായി. നിന്റെ ഈ പാചക വിരുദ്ധുണ്ടല്ലോ, അതെന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ വിരുദിന് എന്താ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കെട്ടുന്നവന്റെ കൂടെ അവൾ 2 ദിവസം ഒരുമിച്ച് താമസിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അല്പം ഓഫീസർക്ക് ബാക്കിയുണ്ട്. ഒരു അത്യാവശ്യ കാര്യം പറയാനായി ഇങ്ങോട്ട് കയറിയത്. അത് മറന്നു. ബാലുവിന്റെ കത്ത് വന്നിരുന്നു. അവന് കാവേരിയെ വളരെ ഇഷ്ടമായി. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്നാ അവൻ എഴുതിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കാൻ? നമ്മൾ ബന്ധുക്കളാകാൻ പോവുക. ഞാൻ ഇന്ന് തന്നെ അവൻ എഴുതിക്കോളാം. ശരി. ചെക്കന് പൊക്കം കുറവല്ലേ എന്നൊരു സംശയം. താൻ കണ്ടിട്ടുണ്ടോ? ഇയാളല്ലേ അനിയൻ? ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ മോക്കും വലിയ പൊക്കമൊന്നും ഇല്ലല്ലോ. പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ. എനിക്ക് വേണ്ട. താൻ ഇടംകോലിടാത്ത ഒരു കാര്യവുമില്ലല്ലോ എന്ന് വിചാരിച്ചിപ്പോ എന്റെ മോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റുമോ? വരട്ടെ. വരാൻ പറയും. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ്. ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയാണ് സർ. എന്ത് ജോലി? സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്ന എന്ത് ജോലിയും ചെയ്യും സർ. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ? അല്ല. പിന്നെ ഈ വേഷം? അതൊരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം. അപ്പോൾ അക്കൗണ്ടൻസി? അതെ സർ. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം അക്കൗണ്ടൻസിയാണ്. ഇരിക്കൂ. വേണ്ട സർ. എനിക്കൊരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട്. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം. ചോദിക്കൂ സർ. ഇരിക്കൂ. എന്താണ് നിങ്ങളുടെ ഹോബി? അക്കൗണ്ടൻസി. അതല്ലാതെ വായന. എന്തൊക്കെ വായിക്കും? ഞാനിതുവരെ വായിച്ചിട്ടുള്ളത് ഖുറാൻ, ബൈബിൾ, ഭഗവത്ഗീത, മാതൃഭൂമി. മറ്റൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. കാരണം? എന്റെ അച്ഛൻ നിർദ്ദേശിച്ചത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്റെ അച്ഛൻ ആദിത്യവർമ്മ രാജകുടുംബത്തിലെ അംഗമാണ് സർ. അപ്പോ ഇങ്ങനെ ഒരു ജോലി എന്തിന്? ഞങ്ങളുടെ കുടുംബസ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടി. പ്രിവി പേഴ്സ് കിട്ടില്ലേ? വെറുതെ കിട്ടുന്ന ഒരു പേഴ്സും വേണ്ടെന്ന് അഭിമാനിയായി അച്ഛൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് സിനിമയിലും കായിക വിനോദങ്ങളിലും വലിയ താല്പര്യമായിരിക്കും അല്ലേ? ഞാനവയെ വെറുക്കുന്നു സർ. കാരണം?
മനുഷ്യശക്തി ജനനന്മയ്ക്ക് എന്നാണ് എന്റെ പ്രമാണം. അതിരിക്കട്ടെ, ഈ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആളാരാണ്? ആരാണ് സർ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. ഈ പറയുന്ന അച്ഛൻ ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ മറ്റോ ഉള്ള ആളാണോ സർ? അല്ല. പിന്നെ എനിക്കറിയില്ല സർ. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ നിങ്ങളെ എന്റെ അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ച് കെട്ടിക്കും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് ഇവിടെ ഇരുന്നു. നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. ഹലോ, ഡാഡി അല്ലേ? ഞാനാണ് കാവേരി. വൈകുന്നേരം കോളേജിൽ ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്. ഡാഡി വന്ന് എന്നെ പിക്ക് ചെയ്യണം. ആ മോളെ, ഞാൻ ഗ്രൗണ്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ? ഹലോ, യെസ്. ജയന്റെയോ? ഐ സി. റോഡിൽ ബോധം കെട്ടു വീണോ? സ്ട്രോക്കോ? ഓഹോ, അയക്കാം, ഇപ്പോൾ അയക്കാം. അക്കൗണ്ടിനെ വിളിക്കൂ. ആ, യെസ് സർ. ജയൻ അപ്സെറ്റ് ആകരുത്. നത്തിങ് സീരിയസ്. സാർ, വല്ല അപകടവും? എന്റെ ഭഗവാനെ. ഇല്ല, ഒരു കുഴപ്പവുമില്ല. അട്ടെ, ജയന്റെ അച്ഛൻ എന്ത് പ്രായം വരും? ഒരു 19 വരും. ഓ ദൈവമേ, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച തന്നെ സംഭവിച്ചു അല്ലേ? പ്ലീസ് ജയൻ, പ്രശ്നമൊന്നുമില്ല. ഒരു മൈനർ സ്ട്രോക്ക്. ഞാൻ ജയനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, സ്ട്രോക്കാണോ? സാറ് വരണ്ട. അധികം ആളുകളെ കണ്ടാൽ ആ ഹൃദയം കൂടുതൽ തകരും സർ. ഞാൻ അകത്ത് വരില്ല, പുറത്തു നിന്നോളാം. വേണ്ട സർ, എന്നെ പോകാൻ അനുവദിക്കൂ സർ. പോകാം, പക്ഷെ ഞാൻ... പ്ലീസ് സർ, എന്റെ അച്ഛനെ കൊല്ലരുത് സർ. പ്ലീസ് പ്ലീസ്. ആ, പൊയ്ക്കുള്ളൂ പൊയ്ക്കുള്ളൂ. അച്ഛാ. കുട്ടമ്പിള്ള ചേട്ടനോ? എന്ത് പറ്റി? വഴി തെറ്റിയോ? ഏയ്, ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവുന്ന എനിക്കറിയാം. ആ, ഞാൻ കണ്ടുവരുന്നത്. എന്താ പാർവതിക്കുട്ടിക്കൊരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. ആ, കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങും ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടോ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല.
എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് വരും ആദ്യം നിർത്ത. അതെന്തിനാ? കാര്യം വർമ്മ ആള് വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ ഓസിന് പറയാമെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ നിന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, ദേ അവിടെയാണ് കല്ലുകടി. ഏയ്, അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ദാ ഒരു കൈ അകലത്തിൽ നിൽക്കണം. ആണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശുകുശുക്കുന്നു, എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു. പാർവതിയോട് പറഞ്ഞാൽ മതി. ശശിയേട്ടാ, ഇതേ വർമ്മ സാർ വന്നു. വേഗം ഇറങ്ങൂ. പാറു വാ. ബട്ടൺസ് പോയി. ബട്ടൺസ് എന്തോന്ന്? ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്ന്. ഇങ്ങോട്ട് വാ. എവിടെ പോയി? ഷർട്ടിന്റെ ബട്ടൺസ് പോയി. തുന്നിത്താ. വേറെ ഷർട്ട് മാറ്റിയിട്ട് തുന്നാനൊന്നും നേരമില്ല. ഇതേ വർമ്മ സാർ. വർമ്മ സാർ ഭർത്താവിന്റെ ബട്ടൺ പോയാൽ ഭാര്യ തുന്നി തരണം. സിനിമയിലൊക്കെ അങ്ങനെയാ. സിനിമ കുന്തവാ. മനുഷ്യനെ മെനക്കെടുത്താൻ. ഇതിനാ കാശ് മുടക്കി സിനിമ കാണിക്കുന്നത്. പോയി പോയി ബട്ടൺസ് പോയി. താഴെ പോയി. ഒന്ന് നോക്കി, ഒന്ന് നോക്കി. കട്ടിലല്ല ഇവിടെ നോക്കി. ഇവിടെ എങ്ങും ഇല്ല. ഒന്ന് നോക്കി എടുക്ക. അല്ലാതെ ഇപ്പൊ അയ്യോ, വർമ്മ സാർ വെയിറ്റ് ചെയ്യുന്നു. പിടിക്കാൻ. ശശിയേട്ട ഒരു കാര്യം ചെയ്യും. ബട്ടണൊക്കെ തപ്പിയെടുത്ത് തുന്നിയിട്ട് പതുക്കെ വന്നാ മതി. എനിക്ക് എംഡിയുടെ ചീത്താക്കാൻ ഒക്കില്ല. അയ്യോ, ബട്ടൺസ് കിട്ടി. ബാറു ബട്ടൺസ് കിട്ടി. ബട്ടൺസ് കിട്ടിയെന്ന്. ബാറു സൂചിന്നില്ല അവിടെ ഉണ്ട്. ശശിയേട്ടന് വൈകിയാൽ എന്താ? സർക്കാർ ഓഫീസല്ലേ? ഞാൻ പോകുന്നു. എന്താ ശശി? തന്നിട്ട് പോ. അങ്ങയുടെ ബട്ടൺ പോയത്രേ. ബട്ടൺ പോകാൻ പറ്റിയൊരു നേരം. നമുക്ക് പോവാം. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂഷിക്കണേ. കുട്ടമ്പിള്ള ചേട്ടനോ? ഇരിക്കെ. അവരകത്തുണ്ട്. കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ്ങുക എന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ.
ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്തിരിക്കില്ല. എത്ര നേരമായി തപ്പി തപ്പി മടുത്തേ. പ്രിയപ്പെട്ട ശശി, നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് എന്ന് സ്വന്തം സുഭദ്ര. അവര് വരുന്നുണ്ട്, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ, ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ, പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? വരണം വരണം. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. ആഹാ, സമയം കിട്ടണ്ടേ? ആ. താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നച്ഛൻ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാറ് എന്തൊരു കൊതു. ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ നീ അധികം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ, എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ. തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ നാടകക്കാരോ. അയ്യോ നിർത്ത്. എങ്ങോട്ടാ വർമ്മ സാറേ? വീട്ടിലേക്ക്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങനെ വഴി നിന്ന് പറയാനുള്ളതല്ല, എവിടെയെങ്കിലും പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് സ്വസ്ഥമായി പറയാം. കേറ്. ഞാൻ താമസിച്ചു ചേച്ചി? ഏയ് ഇല്ല, ഇരിക്കൂ. എന്താ കഴിക്കുക? ഒരു കോഫി മാത്രം മതി. വർമ്മ സാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. തനിക്ക് അല്ലേലും ഒരു വഴിക്കിറങ്ങുമ്പോ 1000 പണിയാണല്ലോ. തന്റെയൊക്കെ കൂടെ വരുന്ന എന്നെ തല്ലണം. ശശിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിക്കാണുമല്ലോ. എങ്ങനെയാ? അയ്യോ, വക്കീല്.
അല്ല ഇതാര് സുഭദ്ര കുഞ്ഞമ്മയോ? എന്താ പതിവില്ലാതെ ഇവിടെ? അല്ല വക്കീലോ, എന്താ ഇവിടെ? ഒരു കാപ്പ് കുടിക്കാന്ന് കരുതി. ഏതായാലും കൂട്ടായല്ലോ. ഞാൻ കാപ്പ് കുടിച്ചു. എന്താടോ? പറയാം സാർ. എന്താണെന്ന് പറയൂ. അല്ല അത് ഞാൻ പറയാം. പറയൂ. അല്ല അതെപ്പ പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിൽ താൻ പറ. അല്ല സാർ, എനിക്കത് പറയണം. എന്നാലൊന്ന് പറഞ്ഞു തുളയ്ക്കടോ. അത് ഞാനിന്ന് റെസ്റ്റോറന്റിൽ വെച്ച് സുഭദ്ര കുഞ്ഞമ്മയെ കണ്ടു. ഇത് പറയാനാണോ താൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? അല്ല, കുഞ്ഞമ്മ മാത്രമല്ല, കൂടെ അപ്പുറത്തെ ശശിയും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടപ്പോൾ ചമ്മല്. ഞാൻ തുറന്നു പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. നേരായിട്ടുള്ള വഴിയിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കരുതോ? ഇത് ശശി എന്നെ കണ്ടപ്പോ മോഹം മറയ്ക്കാൻ ശ്രമം. കുഞ്ഞമ്മയ്ക്കാണ് എന്നെ പറഞ്ഞുവിടാൻ ധൃതി. ആകെപ്പാടൊരു പന്തികേട്. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പറയാതിരുന്നാൽ? ഞാൻ വേണ്ടത് ചെയ്തോളാം. താനിത് പാട്ടാക്കണ്ട, പൊയ്ക്കോളൂ. അവളുടെ കുറെ സാരി പറയട്ടെ. അവളുടെ ഒരുങ്ങിക്കെട്ടിയുള്ള അഴിഞ്ഞാട്ടം ഇന്ന് ഞാൻ നിർത്തും. ഇവിടെ അയ്യോ, എന്റെ സെന്റർ പൊട്ടിന്നാ തോന്നുന്നു. എന്നാടി നിന്റെ സാരികൾ കൊണ്ടുപോ. ഇതാ എടുത്തോണ്ട് പോ. യാത്രക്കായോടി നിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് നീ വിചാരിക്കണ്ട. കൊണ്ടുപോ. ഈശ്വര, രാവിലെ പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവമേ, എന്ത് പറ്റിയത്? മോളെ, മോളെ കാവേരി, ആരെങ്കിലും ഓടി വരണേ. അച്ഛന് വട്ടം എന്നാ തോന്നാ. ആരെങ്കിലും പിടിച്ചേ ഓടി വരണേ. ശശി, കുട്ടമ്പിളേ, ആരെങ്കിലും ഓടി പിടിച്ചേ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടി കൊന്നുകളഞ്ഞ മിണ്ടിപ്പോയി അടിച്ച്. നീ ഉടുത്തൊരുങ്ങി അത്രം പൂശി നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായടി. എടി അധിക നാൾ ഇനി നിന്റെ കൂടെ പുറത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമടി. എന്നോട് പുറത്തുകൊണ്ടല്ല, അവനെ കയ്യിരിപ്പ് തന്ന. നിന്റെ കയ്യിലിരിപ്പ് ഞാൻ കണ്ടതാണ്. കണ്ടവന്റെ കൂടെ ഹോട്ടലിലും മറ്റും ശൃംഗരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നോർത്തോ, എന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റേ വശം ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേതാടി നീ കണ്ട മറ്റേ വശം? നിങ്ങളുടെ കൂടെ കുറെ കാലം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ വേറെ മണ്ടിയാണെന്ന് വിചാരിക്കരുത്. എടി, നീ വിചാരിക്കുന്ന വലിയ സുന്ദരിയൊന്നുമല്ല. ഒന്നുമില്ലേലും പ്രായം ഇത്രമായില്ലേടി. 4 നാമം ജീവിച്ച് മൂലയിൽ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കേ. എനിക്ക് പ്രായമായോണ്ടായിരിക്കും പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇളക്കം കൂടുന്നത്. എടി, സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നാട്ടാരെ കൊണ്ട് അതുവിധം പറയിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഈ തലതെറിച്ച പോക്ക് പോയാലേ നിങ്ങൾ ഇറക്കി വിടാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. നീ എവിടേക്കാ? നീ എവിടേക്കാണെന്ന്? ആകാശത്തേക്ക്. നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ തലയ്ക്ക്? ഇതുവരെ അസുഖമൊന്നുമില്ല, പക്ഷെ ഇനി ഇവിടെ നിന്നാ തലയ്ക്ക് വട്ടു പിടിക്കും. അതിനോടിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ ഒന്നും അറിയില്ലല്ലേ? ഇല്ല. ഇല്ല കുഞ്ഞല്ലേ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി എന്റെ മേൽ കുറ്റം ചാരുക, എന്നിട്ട് നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുക. എന്നിട്ട് ഫീസ് കെട്ടുന്നത് വീല് പഞ്ചറാവുന്നത് ഇഷ്ടമല്ല പോലും. ഫീസും വീലും എനിക്കിപ്പോഴും ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലായി. എഴുത്തു കൊടുക്കല് ഹോട്ടലിൽ പോക്കല്ലേ? കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ മുഖത്തൊരു ചമ്മല്. നീ കണ്ടോ ഹോട്ടലിൽ പോകുന്നത്? കാണുമെന്ന് വിചാരിച്ചില്ലല്ലേ? എന്നാൽ പാറു, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. തുറക്കാൻ വേണ്ട, അടയ്ക്കാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ പോവാണ്.
പാറു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഉള്ള കഞ്ഞുള്ളം കുടിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ചോളാം. നീ വിചാരിക്കുന്നതല്ല, എന്നെ വിട്. നീ വിചാരിക്കുന്നതല്ല കാര്യങ്ങള്. ഞാൻ പറയുന്നത് നീ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയട്ടെ, നാട്ടുകാർ കേൾക്കും. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. പാറു, ഞാനാ പറയുന്നത് നീ പോരുന്ന്. പോകും. ഞാനാ പറയുന്നത് പോകരുത്. പോകാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നീ പോകും. തീർച്ച ഉറപ്പ്. എന്നാ കൂടിയല്ലേ? ഞാൻ പോണില്ല. ആഹാ, ഞാനിങ്ങ് പോവെന്ന് വിചാരിച്ചു അല്ലേ? എന്റെ ദൈവമേ, കള്ളന്റെ കയ്യിലിരിപ്പ് കണ്ടില്ലേ? എനിക്കറിയാം, ഞാൻ പോയാലും നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമാവുമല്ലോ, ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഞാൻ പോണില്ല. ഞാൻ പോണില്ലാന്ന്. അപ്പുറത്തെ വീട്ടിൽ വായി നോക്കി നിന്നിട്ടുണ്ട് ഭോപ്പാലിന്ന്. ആരെ? ബാലുവോ? ബാലുവോ കോലുവോ ആർക്കറിയും എന്റെ പേരൊക്കെ. എന്ത് കുന്തമായാലും ശരി, അറിഞ്ഞതായിട്ടോ കണ്ടതായിട്ടോ കേട്ടതായിട്ടോ ഭാവിക്കരുത്. അല്ല സുഭദ്രേ, അവനെ നമ്മളല്ലേ വിളിച്ചു വരുത്തിയത്? സദ്യക്ക് വിളിച്ച് പന്തൽ കൊണ്ടിരുത്തി ഊണിലാന്ന് പറയുന്നത് എങ്ങനെ? ഊണില്ലെങ്കിലേ അവൻ വല്ല ഹോട്ടലിലും പോയി കഴിച്ചോളൂ. നിങ്ങൾ അതിന് വിഷമിക്കണ്ട. അല്ല, കാരണക്കാരൻ നമ്മളാവുമ്പോ. വേണ്ട വേണ്ട, ആ ദരിദ്രവാസികളായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. അടുത്തടുത്തോളം നമുക്ക് മതിയായി. ഓ, ഇനി ബന്ധം ഉണ്ടാക്കി വേണം എനിക്ക് കിടുകണമെന്ന് പറഞ്ഞാൽ പറയാ പോവാ. നീ കൂടുതൽ സംസാരിക്കണ്ട ശീലാവതി. എന്താ എനിക്കെന്താ ഒരു കുഴപ്പം? കുഴപ്പം നിന്റെ അമ്മുമ്മയുടെ. എന്തിനാണ് ഈ സ്വന്തം പലയുടെ കുത്തി മണപ്പിക്കുന്നത്? ആ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏട്ടതേ, അപ്പോ ഈ കല്യാണക്കാരി എങ്ങനെയാ? പറ്റിയൊരു പെണ്ണിനെ കാണുക, വീട്ടുകാരുമായിട്ട് ആലോചിക്കുക, ഉറപ്പിക്കുക, പിന്നെ താലി കെട്ടുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടില്. ഭോപ്പാലിൽ എങ്ങനെയാ? അവിടെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ ഇതിലിപ്പോ എത്ര ചോദിക്കാൻ എന്താ? അല്ല, ഈ വർമ്മ സാറിന്റെ വീട് ഏതാണെന്ന് അറിഞ്ഞാൽ. ദേ, ഇതൊന്നും എനിക്കറിയില്ല, ഒക്കെ അവിടെ ചോദിച്ചോളൂ. ചേട്ടാ, ഈ വർമ്മ സാറിന്റെ വീട് ഏതാ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വീട് ഏതാണ്? വീടോ? ഇത് വീടാണ്. അപ്പുറത്ത് വീടുണ്ട്, മുൻവശത്തുണ്ട്, അവിടെ ഉണ്ട്, ചുറ്റുപാടും വീടുകളുണ്ട്. വർമ്മ സാറിന്റെ വീട് ഏതാണ്? ഈ ഭോപ്പാൽ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു കാണും? ഒരുപാട് പേര് മരിച്ചു. എന്നാലും ഉദ്ദേശം ഒക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ. വർമ്മ സാറിന്റെ വീട് ഏതാണ്? പത്രത്തിലുണ്ടായിരുന്നത് വായിച്ചു. എന്നാലും ശരിക്ക് എത്ര പേര് മരിച്ചു കാണും? ശരിക്കും വരണമെങ്കിലേ പോയി എണ്ണി നോക്കണം. ഓഹോ. വർമ്മ സാറിന്റെ വീട് ഏതാണ്? വർമ്മയും കിർമ്മയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് ഇവിടെ ഞാൻ ഇറങ്ങി നോക്കിയിരുന്നോണം, എനിക്ക് ഇഷ്ടപ്പെട്ടാക്കാതെ. എന്താടി മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ നിൽക്കുന്നത്? എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാം, അവിടെ ഇരിക്കാം. വന്നു തോന്നണേ.
വന്നു എന്നാ തോന്നണേ. ഇവിടേക്ക് വരുമായിരിക്കും. ആരെ? അവര് എവര്? ബാലേട്ടൻ. അവളൊരു ബാലേട്ടൻ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാൻ ഇരുന്നോണം, അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടല്ലൊടിക്കും പറഞ്ഞേക്കാം. അവളൊരു ബാലേട്ടൻ. ഗോമതി, എന്താ? ബാലേട്ടൻ വന്നു. വരട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയും? ഞാൻ എന്താ ചെയ്യണ്ടേ? പോയി തലകുത്തുമറി. എന്നോടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? എന്താ ഇവിടെ അകത്തെങ്ങനെ അടങ്ങിയിരുന്നൂടെ? എന്ത് മാമാങ്കം കാണാടാ പുറത്ത്? നല്ല കാറ്റ് കിട്ടും ഇവിടെ നിന്നാൽ. കാറ്റിനകത്ത് ഫാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തിനാ ചൂടാകുന്നത്? ആ വീട്ടിൽ ആരാ താമസം ചേട്ടാ? അത് മനസ്സിലായില്ലേ? അത് വീടല്ല, കാഴ്ച ബംഗ്ലാവ്. പിന്നെ പതിവിന് വിപരീതമായി ചില നാട്ടുമൃഗങ്ങളെയും അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. പോത്ത്, എരുമ. വന്നിരിക്കുന്നവള് ചിരിക്കാൻ കേറിപ്പോടാ. ഹലോ, മിസ്റ്റർ ആദിത്യവർമ്മയുടെ വീട് ഇതാണോ? ഇത് തന്നെ. അയാളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? കാര്യം ഞാൻ അയാളോട് പറഞ്ഞോളാം. പിന്നെ ചെടി നനയ്ക്കുന്നവൻ ചെടി നനച്ചാൽ മതി. നിങ്ങൾ താനാരകണോ ഇതൊക്കെ ചോദിക്കാൻ? ഞാനാണ് ആദിത്യവർമ്മ. ആദിത്യവർമ്മയോ? ആദിത്യം പോയിട്ട് ഒരു ചന്ദ്രവളയത്തിന്റെ പ്രഭാവം പോലും ഈ തിരുമോന്തയിലില്ലല്ലോ. ആദിത്യവർമ്മ ആകെ കൊള്ളാലോ. എന്നോട് പറഞ്ഞിരിക്കും, പുറത്തെങ്ങാനും പോയി പറഞ്ഞാണ്ടല്ലോ മോന്തര ഷേപ്പ് മാറി. ആദിത്യവർമ്മ അവിടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇളിച്ചോണ്ട് നിൽക്കാതെ പോയി അങ്ങനെ പറഞ്ഞു പോകാം. ശരി, എന്നാ അകത്തേക്ക് വരണം. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഓക്കെ. ഇവിടെ ഇരുന്നട്ടെ. അങ്ങനെ ഒന്ന് എളുപ്പം വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. വിളിച്ചില്ലേ സാർ? ഞാനാണ് ആദിത്യവർമ്മ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. താൻ ജയന്റെ അനിയനല്ലേ? അതെ. കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാൾക്ക് മീശയുണ്ട്, ഒരാൾക്കില്ല. ഒരാൾക്കല്പം മര്യാദയുണ്ട്, ഒരാൾക്കില്ല. ഞാനൊരല്പം പിഴയാണെന്നാണ് എല്ലാവരും പറയുന്നത്. സാറിനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല. താൻ വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? തനിക്ക് എന്തൊക്കെ ഡാൻസ് അറിയാം? അത് കളിക്കുന്ന ചുറ്റുപാടനുസരിച്ചിരിക്കും. ഒരല്പം മനക്കെട്ടി, സ്വല്പ തൊലിക്കട്ടി, ചങ്കൂറ്റം, ഇത് തന്നെ ഡാൻസ്. ഇതുകൊണ്ടുള്ള നേട്ടം? മെയ്വഴക്കം. ഉദാഹരണത്തിന് ഡാൻസ് അറിയാൻ വയ്യാത്ത ഒരാൾ ഇത് ഇങ്ങനെ എടുക്കും. എന്നാൽ ഡാൻസ് അറിയാവുന്ന ഒരാൾ ഇങ്ങനെ എടുക്കും. ഇത് തന്നെ ഇതിന്റെ ഗുണം. നിനക്ക് എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? അത് വേണോ? വേണം. വേറെ വല്ലവരും ഇതിനു മുമ്പ് മോളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ നിന്റെ ചേട്ടന് വാക്ക് കൊടുത്തതാണ്. രാജരാജവർമ്മയെപ്പോലുള്ള ഒരു മഹാന്റെ മകൻ, ജയനെപ്പോലുള്ള ഒരു ആദർശധീരന്റെ അനിയൻ പിഴച്ചു പോകാൻ പാടില്ല. ഇന്നു മുതൽ നിന്റെ മേൽ എന്നും എന്റെ കണ്ണുണ്ടായിരിക്കും. തന്നെ നന്നാക്കാമോ ഞാൻ നോക്കട്ടെ. കാവേരി, കാവേരി. എന്താണ് അച്ഛാ? ഇതാണ് എന്റെ മകൾ കാവേരി. ഏതായാലും ഭാരതപ്പുഴ എന്ന് പേരിടാൻ ഞാൻ നന്നായി. അമിതമായി ചിലയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിന്റെ ഡാൻസ് മാസ്റ്റർ.
നമസ്കാരം. നമസ്കാരം. എന്നാൽ ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. വരും, മുകളിലേക്ക് പോവാം. നമുക്ക് തുടങ്ങാം. വിദ്യാധരൻ പേരൊക്കെ കൊള്ളാം. പക്ഷേ തന്റെ വിദ്യ എങ്ങാനും ഇവിടെ കാണിച്ചാൽ അന്ന് ഞാൻ പിടിച്ചു പുറത്താക്കും. താഴെറോ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ? നീ കുട്ടമ്പിള്ളയുടെ മോനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛൻ വലിയ കള്ളനാണോ? മോളിലെന്താ ഒരു ഒച്ചയും നിലവിളി? ഇവിടെ ആരെങ്കിലും ചത്തോ? അത് ഒച്ചയും നിലവിളിയൊന്നും അല്ല. എന്റെ മോള് ഇംഗ്ലീഷ് ഡാൻസ് പഠിക്കുക. അയ്യോ, ഒന്ന് കാണാൻ പറ്റുമോ? ദേ, നീ ഇവിടെ ജോലിക്ക് വന്നോ അതാ ഡാൻസ് കാണാൻ വന്നോ? നോക്ക്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ എങ്ങാനായിരുന്നു ജോലി ചെയ്തോണം കേട്ടാ. ചെല്ല, ഡാൻസ്. ഒരു 50 രൂപ ആണല്ലോ. 50 രൂപയോ? 50 പൈസ എടുക്കാനില്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു 50 റുപ്പീസ് റൈസ് ചെയ്യണം. തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ല ആശാനെ. ഇല്ലെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പോണം. നിന്നേ. നാളെ ഇങ്ങോട്ട് വരുന്നില്ലേ? പിന്നെ അല്ല, നാളെ ജോലി ഉണ്ടാവില്ല. അതെന്താ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ അപ്പ ഞാൻ പറയത്തില്ലേ, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി, മീശ ഒട്ടിച്ചു, മീശ ഇളക്കി. ഇത് എത്രയുണ്ട്? എണ്ണ നോക്കിയില്ല, 25 കാണും. അപ്പൊ മീശ ഒട്ടിച്ചത് പറയത്തില്ല, ഇളക്കിയത് പറയും. നാളെ രാവിലെ ഞാൻ ബാക്കി കൊണ്ടുതരാം. ശരി, ബാക്കി രൂപ നാളെ രാവിലെ കൊണ്ടുവന്ന് ഒരു റെസീപ്റ്റ് വാങ്ങിച്ചോളൂ. അപ്പൊ എന്നെ കൊണ്ടേ പോവല്ലേ? നമ്മളും ബിരിയാണി തിന്നട്ടെ സാറേ. ഇന്നത്തേക്ക് സുഖമായി. വിദ്യാധര, വിദ്യാധര, നീ എങ്ങോട്ടാണ് നോക്കുന്നത്? ജ്യൂസ് നീ വരന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വധുവിന്റെ ആളാന്ന് പറയണം, വധുവിന്റെ പാർട്ടിക്കാർ ചോദിക്കുകയാണെങ്കിൽ വരന്റെ ആളാണെന്ന് പറയണം. അപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചാലോ? രണ്ടുപേരും ഒന്നിച്ച് ചോദിക്കില്ലടേ. എടാ, അവരെ ചുറ്റിച്ചാലേ നമ്മൾ വയറ് കയറിയുള്ളൂ. തമാശ പൊള്ളില്ലല്ലേ? പൊള്ളില്ല. അവിടെ കൈകൊണ്ടെടുക്കുന്നത്. ഹലോ. ഹലോ സർ. സുഖം തന്നെയല്ലേ? അതെ അതെ. മാറളി. അയ്യോ, ഹലോ, രാജരാജവർമ്മയല്ലേ? അതെ. നിങ്ങളെന്താ ഇവിടെ? താങ്കളെന്താ ഇവിടെ? വരൻ എന്റെ ഒരു കസിനാ. അതെയോ? അത് എന്റെ കസിനാണ്. മീശ എവിടെ? മീശയോ? ആരുടെ മീശ? എന്റെ മീശ? എനിക്ക് മീശ ഇല്ലായിരുന്നല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ മീശ ഉണ്ടായിരുന്നു, കഥന്റെ ജിബ്ബ ഉണ്ടായിരുന്നു. രാജരാജവർമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഓ, ഐ സി. നിങ്ങൾ കണ്ട എന്റെ ചേട്ടനായിരിക്കും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് മീശയുണ്ട്, എനിക്ക് മീശയില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി? എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്, എനിക്കൊന്ന് വേഗം വേണം. ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ല വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, കാണാം.
അച്ഛൻ എവിടെ? അച്ഛൻ 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 അമ്പലത്തിൽ പോയിരിക്കുക. അതെ 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 അതെ. അച്ഛനെ ഒന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു. അച്ഛൻ ഇനി ഇന്ന് വരുമോ? വരൂ. എന്താ, അമ്പലം വിലക്കെടുക്കാൻ പോയിരിക്കുകയാണോ? അല്ല, ഈ ഭജനക്ക് ഇരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതെ അതെ ഒരുപാട് താമസിക്കല്ലേ? അതെ അതെ. ഏതമ്പലത്തിൽ പോയിരിക്കുക? കൃഷ്ണന്റെ അമ്പലം. അതന്നെ, കൃഷ്ണനും ശിവനും അടുത്തടുത്തിരിക്കുന്ന അമ്പലം. സാറിപ്പോ അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമില്ല. ഈ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആരോട് സംസാരിക്കില്ല. അങ്ങനെ. എന്നാലും ഇവിടെ വന്നിട്ട് കാണാം. എത്ര താമസിച്ചാലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് തന്നെ. നാളെ പുലരും മുമ്പ് വരുമല്ലേ? പിന്നെ അതിനൊന്നും എന്തായാലും വരും. ഏതായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അച്ഛോ, ഇതാര്? അല്ല, വർമ്മ സാറോ? അച്ഛനെ കണ്ടിട്ടേ പോകത്തുള്ളന്ന് ഒരേ നിർബന്ധം പിടിച്ചിരിക്കുക. ഈ ഐശ്വര്യമുള്ള മുഖം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക എന്നുള്ളത് അതൊരു മാനസികമായ സുഖമാണ്. താങ്കൾക്ക് ഒരു സഹോദരനുണ്ടല്ലേ? ഊവല്ലോ, ഉണ്ട്. രാജേന്ദ്ര വർമ്മ. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. എന്താ, തമിഴ് പരിചയമുണ്ട്? ഞാൻ അല്പം മുമ്പ് പരിചയപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടുത്ത ആഴ്ച എന്റെ വീട്ടിലൊരു ഡിന്നർ ഉണ്ട്. തീർച്ചയായും വരണം. അത് ക്ഷണിക്കാൻ ഞാൻ വന്നതാ. വരട്ടെ. ഇനിയിപ്പൊ അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കണം. അതിനെന്താ ഒരു വഴിയുണ്ടാ ബാലു? നീ ഇത്ര മണ്ടനായി പോയല്ലോ. അവള് വരുന്ന വഴിയിൽ കാത്തു നിൽക്കണം. അവള് വരും. എന്നിട്ട് അവളോട് ചോദിക്കണം, കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാണെന്ന്. അപ്പൊ അവള് പറയും, ഈ നാട്ടില് പുതിയ ആളാണല്ലേ എന്ന്. ഞാൻ പറയും, അതെ, ഒരു പെണ്ണ് കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചാ വന്നത്. അപ്പോൾ അവളെന്ത് പറയും? അവള് ചോദിക്കും, എന്നിട്ടെന്തേ കെട്ടാത്തെ? അപ്പൊ ഞാൻ പെണ്ണിന് ഇഷ്ടമാണോന്ന് അറിയണമല്ലോ എന്ന് ചോദിക്കും. ആരാ പെണ്ണ്? വേറെ ആരാവാൻ? കാവേരി എന്ന് ഞാൻ പറയും. പിന്നെ പിന്നെ പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടടാ ബാലു. അപ്പഴേ ഈ കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള വഴി ഏതാ? കോർപ്പറേഷൻ ഓഫീസോ? അതെ. ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഇല്ല, മുനിസിപ്പാലിറ്റിയാ. ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വഴിയാ എനിക്ക് അറിയേണ്ടത്. ദാ ഇതുവഴി നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. അല്ല, പിന്നെ അതെ, പിന്നെ സിമന്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. ഇപ്പോ സിമന്റിന് വലിയ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. അല്ല, ഈ കോർപ്പറേഷൻ ഓഫീസും സിമന്റുമായിട്ട് എന്താ ബന്ധം? അല്ല, എനിക്ക് കളക്ടറേറ്റിലാ പോവേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല, അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിലും പോണം. കളക്ടറേറ്റ് തിരുവനന്തപുരത്തല്ലേ? അതെ അതെ. ഇവിടെ നിന്നാ ബസ് കിട്ടും. താങ്ക്സ്. കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസനത്തൈലോ തൈലോ വാസനത്തൈലോ കൃഷ്ണ അയ്യപ്പ. എന്താ കാലത്ത് തന്നെ കെട്ടിയെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. പിന്നെ എന്റെ അടുത്ത് ഒരു കത്തിയുണ്ട്. അത് ഷേവ് ചെയ്യാൻ കൊള്ളില്ല, പക്ഷേ നിന്റെ പള്ളയെ ഞാൻ കുത്തി കഴിച്ചു. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ വാടക തന്തക്കളി ഞാൻ നിർത്തും. പാടക തന്ത പാടക തന്ത. എടാ മോനെ, എന്റെ അടുത്ത് ഇല്ലടാ. നിങ്ങളല്ലേ ഈ തത്വം എനിക്ക് പറഞ്ഞു തന്നത്? എന്തോന്ന്? പണമുള്ളവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെ തട്ടിയെടുക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ സൂക്ഷിക്കണമെന്നും. എന്നിട്ട് ഇപ്പൊ ഒരുമാതിരി കണവണ വർത്താനം പറയുന്നത്. ഒരു 50 റുപ്പീസ് റൈസ് ചെയ്തേ. എന്റെ അടുത്ത് മുഴുവൻ ഇല്ലെന്ന്. എന്നാ പിന്നെ ഉള്ളത് തന്നൂടെ? അപ്പൊ ഉള്ളത് എന്നിട്ട് എനിക്ക് ചെറിക്കാൻ പോകാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്ന് നിങ്ങളുടെ ആൾമാറാട്ട കളി ഞാൻ പോലീസിൽ അറിയും. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് ചിലക്കെ ഇറങ്ങി പോരാ.
പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഐസിൽ കിടത്തും, നഖത്തിന്റെ ഇടയിൽ മുട്ടു സൂചി അടിക്കുന്നതാണ്, കാൽവണ്ണയിൽ ചൂരിൽ കടിക്കും, ഉരുട്ടും. എന്നാ പിന്നെ ഒരു 50 രൂപ താഴെ. 5 രൂപയോ? എടേ, ഒരു വിലയില്ലാത്ത പൂജ്യത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഐ വിൽ അഡ്ജസ്റ്റ്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറഞ്ഞേ? അല്ല, ഞാൻ നാളെ തരാന്ന് പറയുന്നു. എന്തൊരു ഗതികേടാണിത്. ഗുലുമാലേ ഗുലുമാല് ഗുലുമാലേ ഗുലുമാല് ഗുലുമാലേ ഗുലു 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 ഗുലുമാലേ. വീട്ടിലോ ഗുലുമാലേ, നാട്ടിലോ ഗുലുമാലേ, റോഡിലോ ഗുലുമാലേ, അവിടെയും ഇവിടെയും എവിടെയും എങ്ങും ഗുലുമാലേ. അയ്യോ ഗുലുമാല്. വീട്ടിലോ ഗുലുമാലേ, നാട്ടിലോ ഗുലുമാലേ, റോഡിലോ ഗുലുമാലേ, അവിടെയും ഇവിടെയും എവിടെയും എങ്ങും ഗുലുമാലേ. പണ്ടൊരിക്കൽ പറഞ്ഞ കള്ളം ഇന്നിതാ ഗുലുമാല്, അതിന്നു നാട്ടിൽ പരന്നു പാട്ടായി പറഞ്ഞ വീരനെ അറിഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി. അന്നൊരിക്കൽ പറഞ്ഞ സത്യം ഇന്നിതാ ഗുലുമാല്, അതിന്നു വീട്ടിൽ പുകഞ്ഞു തീയായി അതിന് കാരണം അറിഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി. അതിന്റെ ദുഃഖം അറിഞ്ഞു ഞാനും എരിഞ്ഞു മാനസം കരഞ്ഞു ഞാൻ. അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി, അയൽവാസി ഒരു ദരിദ്രവാസി.
ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ? ഞാൻ അമ്പലത്തിൽ പോണോ? ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോന്ന്. ചേട്ടത്തി ഞാൻ അമ്പലത്തിൽ പോണോ കേട്ടോ. കിടന്ന് കീറണ്ട, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. മനസ്സിലായില്ലേ? ഓ, എന്താ ഇപ്പൊ പ്രശ്നം? ഞാൻ അമ്പലത്തിൽ പോണു. അപ്പൊ ആ വഴി കുറച്ച് മോശം, ഇതുവഴി പോ. ഈ വഴിയോ? ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാനാ മൂത്തത്. എന്തൊരു കഷ്ടം ഇത്. മര്യാദയ്ക്ക് ഒരു ജോലിയും ചെയ്ത് അവിടെ ഇരുന്ന് എന്നെ കുത്തിപ്പൊക്കി ട്രാൻസ്ഫർ മേടിപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം വീട്ടുകാർ തമ്മിൽ മുട്ടം വഴക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ആ എനിക്കറിയില്ല. രണ്ടു കൂട്ടർക്കും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാ. എന്ത് തെറ്റിദ്ധാരണ? ആ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതല്ലാതെ കാര്യം എന്താന്ന് ആരും തുറന്നു പറയുന്നുമില്ല. ആ കാവേരി, ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വെള്ളത്തിലാകും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പെത്തിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് താൻ തന്റെ അമ്മയും അച്ഛനും തമ്മിൽ യോജിപ്പിലെത്തിക്കുക. ഞാൻ ഏട്ടനും ഏട്ടത്തിലും കാര്യം കൈകാര്യം ചെയ്തോളാം. ശരി. ആഹാ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? ഞാൻ പോയി. ഒരു കാര്യം ഒന്ന് ഒരു 50 മിനിറ്റ്സ് റൈസ് ചെയ്യണമല്ലോ. എന്റെ കയ്യിലില്ല. ഒരു പ്രേമബന്ധം തകരുന്നത് ഞാൻ കാണണമല്ലോ ഈശ്വര. ഒന്ന് നിന്നേ. അപ്പോ കാവേരി കുഞ്ഞ് ബാലുവിനെ കണ്ടാലും ഞാൻ പറയില്ല. ഉടലെ നിന്ന് ഇതുപോലെ ഒന്നുകൂടി റൈസ് ചെയ്യണമല്ലോ. എന്തിനാന്നോ? ഇത് നല്ല ചെലവുള്ള സാധനമല്ലേ കുഞ്ഞ്? താൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഭാവമാണോ? അയ്യോ അല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് സാർ. ദേഹമാണെങ്കിൽ പണിയാൻ എന്നെ കൊണ്ട് വയ്യ. വെയിൽ കൊണ്ടാ ഗ്ലാമർ പോകും. പിന്നെ ജീവിക്കണമെങ്കിൽ കാശുള്ളവന്റെ കയ്യിലെ കാശ് നമ്മുടെ കയ്യിൽ വരണം. അതിനെന്താ വഴി? അപ്പൊ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളിൽ ചെന്ന് പെടുക. അല്ല, ഒരു 50 മണി റൈസ് ചെയ്യണമല്ലോ. ഇത് തന്നെ ബ്ലാക്ക്മെയിൽ. ബ്ലാക്ക് മെയിൽ എങ്കിൽ ബ്ലാക്ക് മെയിൽ. പക്ഷെ ഒരുത്തനെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മദ്രാസ് മെയിലിന്റെ അടിയിൽ തലവയ്ക്കേണ്ടി വരും. ചലമാണ്ട് കാശിയാ സാറേ. ചുമ്മാ വേദം പറയുന്നത്. ഇപ്പൊ 50 രൂപ കിട്ടിയില്ലേ? അയ്യോ, അത് കാവേരി അക്കൗണ്ട്. അതായത് കാവേരി കുഞ്ഞ് സാറിനെ കണ്ട കാര്യം പറയത്തില്ല, പക്ഷെ സാറ് കാവേരിയെ കണ്ട കാര്യം പറയും. സത്യത്തിൽ എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ. പൈസ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണമല്ലോ. രഹസ്യം കൂളി ക്ലാസ്. ഓക്കെ, സീ യു. എന്താന്നത്? ഒന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. ചുമ്മാതല്ല നാട്ടുകാർ അതും ഇതും പറയുന്നത്. ഇതിവിടെ ചുമ്മാ ഇങ്ങനെ കിടന്നപ്പോ ഞാനൊന്നെടുത്ത് മറിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അതെ അതെ, എന്നിട്ടാ എന്നെ കണ്ടപ്പോ അത് ഒളിച്ചു വെച്ചത്. അത് ഇനി ഇതും കൂടി പഠിച്ചോണ്ട് വേണമല്ലോ അവളുടെ പിന്നാലെ പോയി ശൃംഗരിക്കാൻ. എന്നാൽ അങ്ങനെ തന്നെ. പിന്നെ എന്തിനാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ടുവന്നത്? ഇവിടെ ഇത് വാങ്ങിയതല്ല, ആ വായി നോക്കിയില്ലേ അവൻ താങ്ങി പിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അവൻ തിരിച്ചു കൊണ്ടുപോയില്ലേ? ആര്? ആ ഡാൻസ് പഠിപ്പിക്കാൻ വന്നില്ലേ അജയൻ. അവനെന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നിരുന്നത്? ഓ, മറന്നിട്ടുണ്ടാവും. അത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. കാര്യമൊക്കെ ശരി, കാവേരിയുടെ ഡാൻസ് പഠിത്തം ഇനി വേണ്ട. അതെന്താ? പഠിപ്പിക്കാൻ വരുന്നവന്റെ സ്വഭാവം അത്ര നന്നല്ലാത്തതുകൊണ്ട്. ഈ ഇടയ്ക്ക് ഒരുത്തം നടന്നിരുന്നില്ലേ ഒരു റിപ്പയർ? ആ, ഈ ചുറ്റിയും കൊണ്ട് നടന്ന ആൾക്കാരെ തലക്കടിച്ചിട്ട്. ഓഹോ, റിപ്പർ. ആ, എന്തു കുന്തമാവട്ടെ, അവനെ പോലും വെല്ലാൻ മടിക്കാത്തവനാണ് ഇവനെന്നാ ആൾക്കാർ പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞത്? നമ്മുടെ പിള്ളച്ചേട്ടൻ. ആ, വിടുവായനോ? അയാൾക്ക് വേറെ പണിയൊന്നുമില്ലാത്തോ? അങ്ങനെ വിടുവാനൊന്നും അല്ല, പിഞ്ചു കുഞ്ഞിന്റെ മനസ്സാ. എന്ത് കണ്ടാലും എന്നോട് ഒന്ന് പറയും. ഇതുവരെ അങ്ങേര് പറയുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചിലർക്ക് ചിലപ്പോ ചിലതൊക്കെ നടന്നില്ലെന്ന് വരും. അതിനിപ്പോ അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ലേ. എന്താ വേണ്ടത്? പെണ്ണിന്റെ ഡാൻസ് പഠിത്തം ഇവിടെ വെച്ച് നിർത്തണമെന്ന്. അജയൻ അത്ര നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും ആദർശശാലിയായ ഒരു മനുഷ്യന്റെ മകൻ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന പോലെ വഴുതിട്ടില്ല. ആദർശം പറഞ്ഞോണ്ടിരുന്നാലേ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോ അറിയാം. എടി, അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. അവൾ എന്റെ മോളാ. അതുകൊണ്ട് എന്നെ എനിക്ക് പേടി. ഞാൻ ട്രാൻസ്ഫർ വാങ്ങി അവിടുന്ന് ഇവിടെ വന്നത് ചേട്ടന്റെയും ചേട്ടത്തിന്റെയും കൂടെ കുറച്ച് സന്തോഷമായി കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ വന്നപ്പോ ഇതാ പൂരം. പിന്നെ ചില വീടുകളിൽ ഏർപ്പാടുണ്ട്. വിരുന്നുകാർ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുക. വന്നവർ ഓടിക്കൊള്ളുമല്ലോ. അതുപോലെ എന്നെ ഓടിക്കാനാണ് ഈ കളിയെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ബാലു പറയുന്നത് ഞാനാ വഴക്കുണ്ടാക്കുന്നെന്ന്. അങ്ങരല്ലേ ആദ്യം വഴക്കുണ്ടാക്കിയത്. അങ്ങർക്ക് എന്നോടൊന്നും മിണ്ടിയാൽ എന്താ?
അപ്പൊ മിണ്ടിയ പ്രശ്നം തീരുമല്ലോ. തീരോ? ആന്നു. ആ, അപ്പൊ ഏട്ടത്തി അവിടെ ഇരിക്കെ, ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് അയക്കാം. നിങ്ങൾ വാക്കുകൊണ്ടോ വാക്കില്ലാതെയോ കഥകളിയോ ഭരതനാട്യമോ എങ്ങനെയായാലും തിരക്കേടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടി കണ്ടാ മതി. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങേരുടെ തലയ്ക്കകത്ത് ഇനി ഇതെങ്ങനെ കയറ്റും നോക്കാം. ചേട്ടാ, ഓ, ഇതൊരു വീടാണോ? ഇതൊരു വീടാണോന്ന് നിനക്കെന്താ തോന്നിയത്? എനിക്ക് തോന്നി ഇതൊരു മൃഗശാലയാണെന്ന്. ഓ, ഒരു കൂട്ടിൽ സിംഹം, ഒരു കൂട്ടിൽ കരടി, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുറുമുറുത്തോണ്ടിരിക്കും അല്ലേ? ശരി, ഒരു കൂട്ടി സിംഹം, ഒരു കൂട്ടി കരടി, സമ്മതിച്ചു. അപ്പൊ നീ ഏതാ ഇനം? ചിമ്പാൻസിയോ? ദേ, ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞോണ്ടല്ലോ. ചേട്ടനാണെന്ന് നോക്കൂല, ഞാനും വല്ലതൊക്കെ പറയും. പറഞ്ഞോ, നീ ആയിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഞാനാരാ? വായില്ലാത്ത കോടാലി, ആർക്കും എടുത്ത് എങ്ങനെയും വെട്ടാം. അങ്ങനെ ആർക്കും എടുത്ത് വെട്ടാൻ കിടന്നു കൊടുത്തിട്ടല്ലേ? ഭാര്യമാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്... മതി 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 മതി, പറഞ്ഞു പറഞ്ഞ് ഞാൻ കേറുകല്ലേ. അടിത്തറ തോണ്ടാൻ വന്നിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കല്യാണം കഴിക്ക്, അപ്പൊ മനസ്സിലാവും. അയ്യോ വേണ്ടേ, എനിക്ക് കല്യാണമേ വേണ്ട. എനിക്കിത്തിരി സ്വൈര്യമായി ജീവിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ആ, ഈ പറഞ്ഞത് സത്യം. നിനക്ക് വിവരമുണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയത് ഇപ്പോഴാ. അപ്പൊ ചേട്ടാ, ഒന്ന് പോടാ വച്ചനെ, ഭരിക്കാൻ വന്നിരിക്കുന്നു. ചേട്ടാ, എന്നെ പ്രസവിച്ച 7-ാം പക്കം നമ്മുടെ അമ്മ മരിച്ചു. 1 വർഷം തികയുന്നതിന് മുമ്പ് അച്ഛനും മരിച്ചു. പിന്നീട് എന്റെ കാണപ്പെട്ട അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയാണ്. അല്ലേ ചേട്ടാ? നിങ്ങളിങ്ങനെ കീരിയും പാമ്പും പോലെ ഇവിടെ കഴിഞ്ഞാൽ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി ഈ അനാഥനായ ഞാൻ എവിടെ പോകാനാണ്? എവിടെ പോകാനാണ് ചേട്ടാ? കിഴക്കേക്കോട്ടെ ഒരു പട്ടരുടെ കടയുണ്ട്, അവിടെ കിട്ടും. അയ്യടാ, ഒരിറ്റ് സ്നേഹേ. നിന്റെ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. സാറിന്റെ വരവ് കണ്ടപ്പോഴേ നീ കാര്യം മനസ്സിലായി. മനസ്സിലായില്ല? എന്നാ പിന്നെ അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഈ നാടൻ കളിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ അവളോട് മിണ്ടണം, അത്രല്ലേ ഉള്ളൂ. എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ ആദ്യം അങ്ങോട്ട് മിണ്ടുക എന്ന് പറയുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് മോശമല്ലേ? ഒന്ന് മിണ്ടിന്ന് വെച്ച് പോകുന്ന അന്തസ്സങ്ങ് പോട്ടെ, ഞാനല്ലേ അറിയുന്നുള്ളൂ, ഞാൻ സഹിച്ചോളാം. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ നീ അവളെ കൊണ്ട് ആദ്യം ഇങ്ങോട്ട് മിണ്ടിക്ക്. ഇപ്രാവശ്യം ചേട്ടൻ്റെ ചെറിയ ത്യാഗം ചെയ്യും പ്ലീസ്. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ വെയിറ്റ് പോവോ? ഏയ്, ഒരിക്കലുമില്ല. ചേട്ടന്റെ പാറക്കുട്ടിയല്ലേ, പാവമല്ലേ, ചെല്ലേ. ആ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. തിരിച്ചു വരുമ്പോ രണ്ടുപേരും എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച്, എന്താ അതായത് സ്നേഹമായിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. അതെനിക്ക് ആശയമുള്ളൂ. കാര്യങ്ങൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. അത്യാവശ്യമായ ചിലത് പറയുവാനുണ്ട്. വൈകുന്നേരം കാണണം, നമ്മുടെ പഴയ സ്ഥലത്ത്. വരില്ലേ? വരണം. ഇത്രയും ദിവസം ഇല്ലാത്ത പുതിയൊരു സ്നേഹം ഇതെന്റെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇത് നമ്മുടെ ബാലു. ബാലു സ്വന്തമായിട്ട് കാണിക്കുന്ന ചരിത്രങ്ങൾ പോരാ, ഇനി ആ പാവത്തിനെ കൂടെ കൂട്ടുപിടിച്ചോ. ഇത് നമ്മുടെ ബാലുവിന്. നിങ്ങൾ ഇതൊക്കെ നിർത്തുന്ന ഞാൻ വിചാരിച്ചേ. തുടങ്ങി വേണം നിർത്താൻ. എനിക്കൊന്നും കേൾക്കണ്ട. മിണ്ടണ്ട. മിണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു.
എന്താ ഇത്? ചേട്ടാ ചേട്ടാ, ഇനി മേലാൽ അവളുടെ ഉപദേശമായിട്ട് എന്റെ അടുത്ത് വന്നാൽ ചവിട്ടിന്റെ കാര്യം ഓടിച്ചോളി. എന്ത് പറ്റി ചേട്ടാ? പറ്റിയത് നിന്റെ ചുമ്മാ ഇടി ഇടി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് 500 രൂപ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം തന്തയെ വിറ്റ് തിന്നലയുടെ നായിന്റെ മോനെ, 500 രൂപയുണ്ട്, പക്ഷെ കാര്യം നടക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല. സിമ്പിൾ ഇടിച്ചു പിടിച്ചാൽ കൈ തരട്ടെ. ഒരു പാലു. ഈ ഇടിയോടുകൂടി അവൻ നാളത്തെ വണ്ടിക്ക് ഭോപ്പാലിൽ പോണം. സ്വന്തം അമ്മ കണ്ടാൽ പോലും അവന്റെ മോന്ത തിരിച്ചറിയരുത്. അപ്പൊ ഇടിയുടെ ഒരു മറ്റേ അങ്ങനെ ഞാൻ കൈ വയ്ക്കണം. വേണ്ട വേണ്ട, വല്ലവരെ കൊണ്ട് തല്ലിച്ചാ മതി. വെറുതെ അവന്റെ കയ്യിലെങ്ങാനും ചെന്ന് വിട്ട് നിന്റെ മോന്തിയും തിരിഞ്ഞ് ഇവിടെ വന്ന ആ പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏറ്റെണ്ണ അല്ല അച്ഛ, പിന്നെ എന്നെ നീ പറ്റിച്ചോണ്ട് പോകുന്ന വിചാരിക്കണ്ട. തല്ല് നടക്കുന്നിടത്ത് ഞാനും വരും വാച്ച് ചെയ്യാൻ. ഒന്നില്ലേലും നിന്റെ തന്തയല്ലടാ ഞാൻ. സാറിനെ തല്ലാൻ കോൺട്രാക്ട് എടുത്തവരാണ് ഞങ്ങൾ. ഒരു 100 മണീസ് റിലീസ് ചെയ്തോട്ടെ. 50 മണീസ് പോരെ? ബാക്കി 50 വിളിക്കണം. എന്താ ബാലു, ഞാൻ വയസ്സായ ഒരാളല്ലേ? എടാ എന്താ ഇത്? എടാ ഒന്നിനും നമ്മൾ തമ്മിൽ അയൽവക്കക്കാരല്ലേ? ഞാനും ശശിയും തമ്മിൽ ഇരിപ്പനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യാമോ? എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു മകൻ എനിക്ക് പിറന്നുപോയി. എന്തൊരു കഷ്ടം. അണ്ണാ താങ്കൾ വീട്ടിൽ വന്നേരെ കേട്ടാ? പൊക്കോ പൊക്കോ. എന്റെ 500 രൂപ പോയി. അച്ഛാ, ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. അച്ഛൻ ഞെട്ടരുത്. ഈ പൂ എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാമോ? നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. അല്ല, എന്റെ ഹൃദയം മോഷ്ടിച്ച ഒരു പെൺകുട്ടി എനിക്ക് സമ്മാനിച്ചതാണ്. അതാരാണെന്നറിയാമോ? വർമ്മസാറിന്റെ മകൾ കാവേരി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞെട്ടുവന്ന്. ഞങ്ങളുടെ പ്രേമവലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം. ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും. എന്ത് വേണം നീ തന്നെ പറ. എന്നെ കുറിച്ചുള്ള അവളുടെ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഒരു 250 രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം. ഒരു 250 രൂപ തൂടെ. 250 രൂപ തന്നെ വേണോ? ചുളുവിന് വർമ്മയുടെ മകളുടെ അമ്മാവി വെപ്പാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഏതായാലും നല്ലൊരു കാര്യത്തിനല്ലേ.
ഇല്ല മടി വെച്ച് കെട്ടിക്കൊണ്ടാ അവസാനം ചുമക്ക ആള് കാണൂല. എന്തൊക്കെ പറഞ്ഞാലും തന്തയുടെ മോൻ തന്നെ. നാളെ കാവേരിയോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിക്കണം. കേൾക്കുന്നുണ്ട്. ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ്. പക്ഷെ കാണുന്ന പൂക്കൾ എല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നാ ഇത്? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ. എന്ത് ചെയ്തെന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഒരു കൂട്ടുകാരിയാ. ഒക്കെ എനിക്കറിയാം. മുടി നരച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴയ തന്തയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ള ഒറ്റയ്ക്ക് എന്ന് ചിരിച്ചുകൊണ്ടുവരുന്നത്? കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ചിരിച്ചത്. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കും. പിള്ളച്ചേട്ടൻ ഞാൻ കണ്ടില്ല. ഒരു ചായ എടുത്തുള്ളൂ. അതിനെന്താ, ഒരു ചായം കൂടി എടുത്തോളൂ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മേളിൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടെ? അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഞാനത് കുട്ടമ്പിളോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി. ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പിള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പിള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന്റെ ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പിള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാർ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിടിക്ക 4 പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണി കണ്ടോമാര് ടെറസിന്റെ മുകളിൽ കയറി കയറുന്ന ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. ആഹാ, എന്താ വിളിച്ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസുമ്മ കിടന്ന് ചാടണേ? അസുഖം വല്ലതും ഉണ്ടോ? അസുഖമുണ്ട്, അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഓ എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട. പിടിക്കാൻ 4 പൊട്ടിക്ക, അത്രേ ഉള്ളൂ നിന്ന് മരുന്ന്. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകരുതെന്ന് കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ
എന്ന് തുടങ്ങി ഈ ഏർപ്പാട്? അത് തന്നെ എന്റെയും ചോദ്യം. എന്ന് തുടങ്ങി ഏർപ്പാട്? കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? ഓഹോ, ഇപ്പൊ വാദി പ്രതിയായോ? അയ്യടാ, പകല് കണ്ടാൽ എന്തൊരു മാന്യൻ, ഇരുട്ടായാൽ ഇറങ്ങും ചെറ്റവക്കാരൻ മധുര കാണാനും. മൂത്ത് നരച്ചല്ലു പോവാ. നരച്ചോ? ഓ, ആ ധൈര്യത്തിലായിരിക്കും പാതിരാക്കി പോക്കൃത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലടാ. നിന്നെ പോലുള്ള മൂന്നാലെണ്ണത്തിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ആ, അത് തന്നെയായിരുന്നു മരുന്ന്. ഇയാളെ നന്നാക്കാവും. അയ്യോ അയ്യോ ശശിയേട്ടാ, ആഹാ, ശശിയേട്ടാ, ഇതാണ് നിന്റെ വഴിയല്ലേ? എടാ, ഈ മാവ് ഞാൻ വെട്ടി രണ്ടിന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? എടാ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അത്രയ്ക്ക് ധൈര്യം കാണാമല്ലോ. ഇങ്ങോട്ട് നിന്നോട് എന്ത് വെച്ചു അവിടെ? ചേട്ടനെ പിടിച്ചോണ്ട് വാ. പറഞ്ഞ കേട്ടോ, ആരെങ്കിലും ഒന്ന് വാ. ശശിയേട്ടാ, അയൽവക്കാരും മുഴുവൻ നാട്ടുകാരും എന്താ? എന്താ? എടി മോഹിനി, എന്ത് കൊടുത്താണ് ഈ മോളുടെ അച്ഛനെ മയക്കിയത്? വല്ല കൈവശം കൊടുത്തോ? കെട്ടിക്കാറായ ഒരു പെണ്ണില്ലടി നിനക്ക്. എന്നിട്ട് മോന്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ട്. മോന്റെ പ്രായം ഇവിടെയുള്ള ആൾക്ക് നിന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോടി മൂദേവി. ദേ, ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ, ചുമ്മാ തല്ലടി മച്ചിപ്പാറായിട്ട് നിന്നുപോയത്. ആ, ഞാനങ്ങ് സഹിച്ചു. സഹിക്കാൻ വയ്യാത്തോണ്ടല്ലേ പാതിരാക്കി തപ്പി ഇറങ്ങിയത്. നീ എന്നെ ഒന്നും ചൊറിയാനില്ലടി യക്ഷി. അറിവില്ല കളി. ആരും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് രാത്രിയാകുമ്പോ മതില് ചാടല്.
ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തടി, അവൾക്ക് സഹിക്കുന്നില്ല. ആ കണ്ടുപിടിച്ചല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്താ കണ്ടുപിടിച്ചത്? വേലിയാട്ടം. വാദി പ്രതിയായല്ലേ, കുറച്ചുനാളെ തുടങ്ങിയിട്ട് ഈ ഡ്രസ്സുമേ കളി. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാണിക്കാം അല്ലേ? കാണിക്കാൻ വേണ്ടിയാണല്ലേ പതുങ്ങി മുകളിലേക്ക് കയറിപ്പോയത്. നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിച്ചാലും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കണം. എനിക്ക് കുറച്ച് വിഷം വാങ്ങിച്ചു തന്ന് എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആയിക്കൂടെ? ഇത് ഞാൻ ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണണം അല്ലേ? എനിക്ക് ചത്താ മതി. ഇതും പറഞ്ഞ് കുറച്ചുനാളായി നീ എന്നെ കളിപ്പിക്കുന്നു. എനിക്കറിയാം, ഞാൻ ചത്തിട്ട് വേണം നിങ്ങൾക്ക് കഴിയോട് കൂടെ വെച്ചതാണല്ലോ. വീക്കും ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? അറിയാൻ വേണ്ടി നിന്റെ അവനായിരിക്കും ചോദിക്കാൻ വരുന്നത്. ബുദ്ധിയോട് പറയരുത്. നീ കാണിച്ച വൃത്തിയോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നാളെയല്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്. ഒന്നും ഇല്ലേലും പ്രായം എത്രയും ആയില്ലേ? മുടിയും കറുപ്പിച്ച് പൊടിമീശ വെച്ച് നടക്കുന്നു പെമ്പിളരെ മയക്കാൻ. നിങ്ങൾ ആരാണ് നിങ്ങളുടെ വിചാരം? പ്രേം നസീർന്നോ? ആണടി, ആണെന്ന് തന്നെ വെച്ചോ. അയ്യടാ, കണ്ടേച്ചാലും മതി. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നൊരു ബോധമെങ്കിലും. ഓ, നിനക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ മറ്റവനെ കാണാൻ ഈട്ടത്ത് പതുങ്ങി ടെറസിൽ കയറിയത്. കയറിയെന്ന് ഇറങ്ങിയതൊക്കെ ഞാനും കൊറേ കണ്ടതാ. എന്നിട്ട് കുറ്റ ഇപ്പൊ എനിക്കും. അല്ലേലും നിങ്ങൾ പഞ്ചാരയാണെന്ന് പണ്ടേ എന്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ അങ്ങോട്ട് മനസ്സിലായത്. ഓഫീസിലെ ലേഡി ടൈപ്പിസ്റ്റ് വേണോ അത്രേ. കയ്യിലിരിപ്പ് മുഴുവനും മറ്റേതാ. എന്നിട്ട് കുടുംബ മഹിമ പ്രസംഗിക്കുന്നു. ഓ, നീ വലിയ മഹിമയുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ. എടി, നിന്റെ തന്റെ പട്ടത്തി പെണ്ണിനെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലീസ് രണ്ടിനെയും പിടിച്ച് പുറത്തിറക്കിയില്ലേ? അത് പത്രത്തിൽ വന്നില്ലേ? ഓ, നിന്റെ ഒരു കുടുംബ മഹിമ. തിരിയുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ ഭാര്യമാരുള്ള നിങ്ങളുടെ തന്തേക്കാൾ എന്റെ തന്ത ഭേദം. എടി, നീ തന്തയ്ക്ക് പറയല്ലേ? എന്നെ അടിച്ചേ, അയ്യോ എന്നെ കൊല്ലുന്നേ, അയ്യോ എന്നെ കൊല്ലുന്നേ, ആരെങ്കിലും ഓടി വരണേ, ഓടിയാൽ അയ്യോ എന്നെ അടിച്ചേ, എന്റെ അമ്മ അയ്യോ എന്നെ അടിച്ചേ, എന്നെ കൊല്ലുന്നേ, ഈ മനുഷ്യൻ എന്നെ കൊല്ലുന്നേ, അയ്യോ എന്നെ കൊല്ലുന്നേ, അയ്യോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് പിണങ്ങിയിരുന്നാല് എത്ര നാളെ അങ്ങനെ ഇരിക്കുക? ചാകുന്നത് വരെ. എന്നാ പിന്നെ അതങ്ങ് വേഗമാകാനുള്ള വഴി നമുക്ക് ആലോചിക്കാമേ. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മരിക്കുന്നവരെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഭേദം അങ്ങ് മരിക്കുന്നതല്ലേ? ഞാൻ ഇതിനു മുമ്പേ അത് ചെയ്തേനെ. പിന്നെയും വിചാരിച്ചു ഞാൻ ചത്താ പിന്നെ അങ്ങേർക്ക് ആരുണ്ടെന്ന്. ആർക്ക്? നിന്റെ തന്തയ്ക്ക്. കണ്ടോ? അപ്പൊ മനസ്സിന്റെ ഉള്ളിലൊരു പൊടി സ്നേഹമുണ്ട്. പൊടിയൊന്നുമല്ല, ആവശ്യത്തിനുണ്ട്. ഞങ്ങളുടെ കുടുംബക്കാര് പെണ്ണുങ്ങൾക്ക് ഭർത്താവെന്ന് വെച്ചാൽ ദൈവ. പക്ഷെ സാക്ഷാൽ ദൈവമേ ആയാലും വൃത്തികേട് കാണിച്ചാൽ വൃത്തികേട് തന്നെയാ. അതും പോരാഞ്ഞിട്ട് പിണങ്ങി മുഖം വീർപ്പിച്ച് കയറി ഇരിക്കുന്നു. ആരെ കാണിക്കാനാ? അങ്ങേർക്ക് എന്നോടൊന്ന് മിണ്ടിയല്ല എന്താ? എടി, ചോറ് വിളമ്പിത്താടി, കാപ്പി കൊണ്ടുപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വായന നാക്കൊക്കെ തോന്നു പോവോ? അമ്മ കരയണ്ട, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. അച്ഛൻ മിണ്ടിയാ പിന്നെ അമ്മ വഴക്കുണ്ടാക്കില്ലല്ലോ. അച്ഛന് വിശക്കുന്നില്ലേ? ഇന്ന് ജോലിക്കാരി പെണ്ണ് വന്നിട്ടില്ല. എനിക്ക് കൈക്ക് വല്ലാത്ത വേദന. ഒന്നും എടുക്കാനും വയ്യ, വയ്ക്കാനും വയ്യ. അപ്പൊ പിന്നെ ആഹാരം കഴിക്കണ്ടേ? ആരാ വിളമ്പുക? ആരാ അവിടെ വിളമ്പണത്? അമ്മ. അവൾക്കെന്താ വിളമ്പിയാല്? അച്ഛൻ എന്താ വിളമ്പാൻ പറഞ്ഞാല്? അതിനൊന്നും എന്നെ കിട്ടില്ല. അതിലും പേരും പട്ടിണിടന്ന് മരിക്കുക. ആരാ ആദ്യം മരിക്കാൻ നോക്ക? എനിക്കൊന്നും വേണ്ട. എനിക്ക് മരിക്കാനൊന്നും വയ്യ. ഞാൻ വല്ലതും കഴിക്കാൻ പോവാ.
വിശക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടിരുന്നു. ഞാൻ വിളമ്പിത്തരാം. ഒരു കുടുംബാംഗമാണെങ്കിലും അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തൊരു അച്ചടക്കവും വിനയവും. ജയനെ പോലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഇക്കാലത്ത് മഷിയിട്ട് നോക്കിയപ്പോൾ നിനക്ക് കിട്ടൂല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴൊരു കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാണ് കല്യാണം? മൂത്ത് നിറച്ചിട്ടോ? അതൊന്നുമല്ല, എനിക്ക് കുറച്ചുകൂടി ഡാൻസ് പഠിക്കണം. അതിനെന്താ, കല്യാണം കഴിഞ്ഞിട്ട് അവന് വിരോധമില്ലെങ്കിൽ നീ പഠിച്ചോ. വിരോധമാണെങ്കിലോ? എങ്കിൽ പഠിക്കണ്ടെന്ന് അത് പറ്റൂല. എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോ ഞാൻ പറയാം. നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കതിന് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടാതിരിക്കാൻ അജയൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതല്ല അച്ഛാ, എനിക്കിഷ്ടം ബാലേട്ടനെയാണ്. ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല. അവന്റെ കാര്യം ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. അവിടെ ഒരു ബാലേട്ടൻ. എന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ കല്യാണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. എന്താടി പറഞ്ഞത്? ഞങ്ങൾ നിശ്ചയിക്കുന്ന ആള് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ നിശ്ചയിക്കുന്ന ആൾക്ക് താലി കെട്ടാൻ ഒരു പെണ്ണിനെ കൂടി കണ്ടുവയ്ക്കുന്നതാണ് നല്ലത്. അധിക പ്രസംഗം വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അവൾ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. തീർന്നല്ല നിങ്ങളുടെ മോള്. ആ മരമണ്ടൂസിനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് അച്ഛൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ബാലേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, ഒളിച്ചോട്ടം. ഒളിച്ചോടാനോ? അതെ, ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ എന്തായാലും രണ്ടു കൂട്ടരും നമ്മളെ സമ്മതിക്കില്ല. ഒളിച്ചോടിയാൽ ആദ്യം ചെറിയ കശവിശയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി മോളല്ലേ, മോളുടെ ഭർത്താവല്ലേ, അനിയനല്ലേ, അനിയന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കും. വെരി ഗുഡ്. ഇനി എപ്പോഴാ പ്രോഗ്രാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെ പോയാ എന്റെ വെള്ളം കൂടി മുട്ടിപ്പോവല്ലോ. തനിക്ക് എന്താ വേണ്ടത്? അധികമൊന്നും വേണ്ട, ഒരു 1000 മണി ഒന്ന് റേസ് ചെയ്യണം. തരാനിപ്പോ മനസ്സിലെങ്കിലോ? തരണ്ട. പക്ഷെ ഞാൻ ഈ വാർത്ത നോട്ടീസ് അടിച്ച് സൈക്കിൾ എടുത്ത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. തന്റെ പല്ല് ഞാൻ അടിച്ച് തെറിപ്പിക്കും. പൊന്നാശാനെ, ഈ വിദ്യ ഒന്നും വിദ്യാലയത്തിന്റെ അടുത്ത് നടക്കത്തില്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് എന്ന കാര്യം. കാഴോടെ മോനെ അടിച്ച് നിന്റെ ചെവിക്കുറ്റി ഞാൻ തെറിപ്പിക്കും. അടിച്ചോ ഇടിച്ചോ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ജീവൻ മാത്രം ബാക്കി ചെയ്യരുത്. എനിക്ക് ഉയരുണ്ടെങ്കിൽ ഞാൻ എഴഞ്ഞടന്ന് പറയും. ആഹാ, നീ പറയടാ. പറയും, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയും. പറഞ്ഞു നോക്കടാ. ആഹാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദിത്യവർമ്മയുടെ മകൾ കാവേരിയും ശശിധരന്റെ അനിയൻ ബാലുവും ഇന്നോ നാളെയോ രാത്രികളെ ശുഭമുഹൂർത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ വഴിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 1000 ബഡീസ് അത് വീട്ടിൽ വന്ന് തരാം. പിന്നെ ചെക്കൊന്നും ഞാൻ സ്വീകരിക്കില്ല. ചെക്കൊക്കെ ഞാൻ വലിച്ചെറിയും. അക്കാര്യത്തിൽ എന്റെ ഗുരു ഈ ലോകത്തിൽ ഏറ്റവും വലിയ കള്ളനെന്ന് പറയപ്പെടുന്ന എന്റെ സ്വന്തം തന്തയാണ്. അങ്ങനെയുള്ള ചെക്ക് പോലും ഞാൻ സ്വീകരിക്കില്ല. സ്വീകരിച്ചാൽ അത് മാറില്ല. അപ്പോ വൈകുന്നേരം വീട്ടിൽ വെച്ച് കാണാം. ക്യാഷ് ആയി തരണം. ഓക്കെ? നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങളും നേരിടും. ഓർമ്മിക്കുക, ഞാനൊരു സഞ്ചരിക്കുന്ന മൈക്രോഫോണാണ്. 500 പോരെ മോനെ? പോരാ. എത്ര പറഞ്ഞാലും ഈ അച്ഛന് മനസ്സിലാവില്ല. ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ്. പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ? ചിലപ്പോൾ വൈകും. ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചേസ് തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങള് മസ്കറ്റിൽ കാണും. കാവേരിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല അല്ലേ? അച്ഛൻ ഒരുമാതിരി എച്ചിത്തരം പറയരുത്. അവൾ എന്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് അവകാശപ്പെട്ടതല്ലേ. പിന്നെ അച്ഛന് ഭാര്യക്കാരി അനുഭവിക്കാൻ 750 രൂപ പോരെ? 1000 രൂപയും വേണം. എന്റെ ദൈവമേ, ലോകത്തൊരു മകനും ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത്. അതിന്റെ ഇടയിലാണ് എണ്ണുന്നത്. ഇനിയിപ്പോ റൂം ബുക്ക് ചെയ്യണം, കാർ ഏർപ്പാട് ചെയ്യണം. മസ്കറ്റ് ഹോട്ടൽ വെച്ച് കാണാം. മോളെ കാവേരി, മോളെ, ഞാൻ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നു. നിങ്ങൾ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുകയാണോ? എന്താ കാര്യം? കുന്തം മോളെ കാണുന്നില്ലെന്നേ. ആര്? കാവേരിയോ? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ഒന്ന് പോയി അന്വേഷിക്കുക. അവിടെയും നോക്കി ഇവിടെയും നോക്കി, എല്ലായിടത്തും അന്വേഷിച്ചേ. പിന്നെ അവൾ എവിടെ പോവാനാ? കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ? ഏത് ഏട്ടൻ? ഏതെങ്കിലും. ജയേട്ടൻ. വരൂ സാർ. അങ്ങനെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട. വലതുകാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഭാഗ്യം. ഇതെന്താടാ, മണിയറയോ? ഇൻസ്പെക്ടർ, ഇതാണ് ജ്യേഷ്ഠൻ. ഓഹോ, പ്രതിയുടെ ജ്യേഷ്ഠൻ. ഇവനെ കണ്ടിട്ടൊരു ക്രൈം ബ്രാഞ്ചിന്റെ ലക്ഷണം. എവിടാ പ്രതി?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സാർ. മനസ്സിലാക്കി തരാം. ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ സഹോദരൻ ഒളിച്ചോടിപ്പോയി. എവിടെടാ നിന്റെ സഹോദരൻ? അവൻ ബോംബെ പോയി. എവിടെ? ബോംബെ. ബോംബെ. ഒറ്റയ്ക്കാണോ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോടാ? ഒറ്റയ്ക്കാണ് സാർ. സത്യം പറയടാ. ഒറ്റയ്ക്കാണ് സത്യം. കള്ളം, പച്ച കള്ളം. നിനക്ക് 5 നിമിഷം സമയം തരുന്നു. അതിനുള്ളിൽ നിന്റെ അനിയൻ തൊണ്ടിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചാവിട്ട് നിന്റെ എന്റെ ഏട്ടനെ ഒന്നും ചെയ്യരുതേ. കുട്ടി, നിന്റെ അച്ഛനെവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക. ശരാം. എന്നാൽ അയാളും കൂടെ വരട്ടെ. 2 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് തട്ടി അകത്താക്കാം. ഇനി വെറും 15 നിമിഷം മാത്രം. 20 മിനിറ്റ്സ്. നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യൂ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. നിര എങ്ങോട്ട് എത്ര അർജന്റായിട്ട് പോകുന്നത്? വായുവിളി വാങ്ങാനോ? കാര്യങ്ങളൊക്കെ കുഴപ്പമായെന്നാ തോന്നുന്നത്. വേലുവേട്ടൻ ഉടനെ വീട്ടിലോട്ട് വരണം. കാര്യം എന്താ? അതൊക്കെ പറയാം. വേഗം മീശ ഒട്ടിച്ചു വാ. ഇനി ഒരേ ഒരു നിമിഷം മാത്രം അവശേഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇടിച്ച് ഞാൻ നമസ്കാരം. ഇരിക്കണം 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 ഇരിക്കണം. സാറോ, എന്താ സാറേ വിശേഷം? കുന്തം. കുന്തം? ഈ കുന്തം സ്വന്തമായിട്ട് വാങ്ങാൻ വന്നതാണോ, അല്ല കാണാതെ പോയ കുന്തം അന്വേഷിക്കാൻ വന്നതാണോ, അല്ല ഈ നാട്ടുകാരുടെ കുന്തം? ആരാ? നിങ്ങളാരാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? സാറേ സാറേ തൊപ്പി ഒന്ന് എടുക്കണം. ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെയും അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നും ഇല്ല. പിന്നെ എവിടെ പോയി? എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ്. ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നതിലോട്ട് അതെ മദ്രാശി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന്. ഇതെന്താ പിള്ളേർ കളിയോ? അല്ല, ഈ ബോംബെ വഴി മദ്രാശി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാശി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച മിസ്റ്റർ ഗോവിന്ദൻ എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോരു ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. 2 എണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് കുസ്തി ചെയ്യും. ഈ ചിലരെ ഞാൻ പിഴിയും. കേറാൻ വേണ്ടിയത് വേണ്ട. അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സാർ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർമാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. സാർ, എന്റെ ഈ മീശ ഇതിലെന്തോ വലിയ ചതിയുണ്ട്. ഗൂഢാലോചനയുണ്ട്. നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും. ആരാടാ ഈ ജയൻ? ഞാനാണ് സാർ ജയൻ. അപ്പൊ അജയനോ? അജയനാണ് സാർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് ഇദ്ദേഹം. അജയന്റെ അച്ഛനോ? അല്ല സാർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ. മോളെ സെർച്ച് ചെയ്യൂ. കുളിമുറി, പൂജാമുറി ഒന്നും ഇടണ്ട. എല്ലാം നോക്കൂ. എടോ, സത്യം പറയണം. ആരാണ് ഈ ബാലു? എന്റെ അനിയനാണ്. അവനെവിടെ? അവനോടില്ല. ആട്ടെ, ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ? അല്ല. അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ കൂടെ ഇറങ്ങി പോകാൻ? ഞാൻ അങ്ങനെയൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത്. ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി
ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത്. ശശിയും പാർവതിയോ? ശിവനും പാർവതിയല്ലേ? പെൺകുട്ടികളെ നേരെ വളർത്താൻ അറിയില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം. തന്റെ അനിയനിലെ ബാലു അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. ഈ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. ഒരു ശീലാവതി ഭാര്യയോട് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ പറയണം. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ ഇന്നലെ കിട്ടുമല്ലോ ഇന്നും കിട്ടും. എന്റെ പൊന്നു വക്കീൽ സാറെ, ഒരു ജാമ്യം അനുവദിച്ചു തന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം. ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, മനസ്സിലായോ? ഒറ്റയെണ്ണമാണെങ്കിൽ പോകരുത്. നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത്. കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും. സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ. അല്ലാതെ എല്ലാവർക്കും കണ്ടുകൂടെ? ആരാണാവോ? CID വേഷം മാറി വന്നു. സത്യം പറ സാറേ, മന്ത്രിയാണോ? അല്ല, കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? വെറും കുട്ടമ്പിള്ള. ഈ കേസിനെ പറ്റി തനിക്കെന്നറിയാം? പലതും അറിയാം. ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടലിന്റെ പേര് പറ, എനിക്കിപ്പോ ഒരു അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല. അവർ മതിവിധി രാത്രി പിന്നിട്ട് കഴിഞ്ഞു. കുട്ടമ്പിള്ളേ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കാവേരി അവൾക്ക് അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു. അത് മറ്റാരുമല്ല, എന്റെ മകൻ വിദ്യാധരൻ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി. അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും. ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും. എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാലയ്ക്ക് മാല, താലിക്ക് താലി, പുടവയ്ക്ക് പുടവ, എല്ലാം റെഡി. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോയി ജീപ്പിൽ കയറോ. എല്ലാവരും ജീപ്പിൽ കയറും. താൻ ആദ്യം കയറോ. വരും വരും. ഞാൻ പറഞ്ഞു. താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയനോ? പോയി കയറോ. വിദ്യാധരന്റെ റൂം ഏതാ? 27. കൂടെ ഒരു പെണ്ണുണ്ടോ ചോദിക്കും സാറേ. കൂടെ ഒരു പെണ്ണുണ്ടോ? ഉണ്ട്. വേണം. സാർ 27 കണ്ടാൽ എനിക്ക് ഇറങ്ങിവിടാ. 27 ആണെന്ന്. 27 തന്നെടാ. അതെ 27. വിദ്യാധരനോടാ? ആരാ? എന്റെ തന്ത. എടാ, അച്ഛൻ തന്നെയാ. വാതിൽ തുറക്കുക. എല്ലാം ശരിയായി. എന്റെ തന്ത മരിച്ചുപോയി. എന്നാ അയാളുടെ പ്രേതം. എടാ, ഇത് ഡിപ്പാർട്ട്മെന്റ് ആണോടാ? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. തുറക്കാനാണ് പറഞ്ഞത്. മോനെ വിദ്യാധര. മോനെ എവിടെ? മിന്നൽ പരമിശിവനെയാണ് നീ കടിച്ചിരിക്കുന്നത്. അവൻ പുറത്തേക്ക് കയറി. വരാണ്ട് ബലസുന്നോ? എന്താ കടുവാകളിയുണ്ടോ? ഇല്ല. ഓരോരുത്തരുടെ മക്കള് വെമ്പലകൾ തട്ടിക്കൊണ്ടു എന്നിട്ട് ബാക്കിയുള്ളതിന്റെ ഗതികേട്. എന്റെ കൈക്ക് സ്വാധീനമുള്ള കോലമാണെങ്കിൽ മോനെ, അച്ഛൻ വരുന്നുണ്ടാ. മോനെ
എവിടെ കിട്ടാൻ? അവൻ കായംകുളം കൊച്ചുണ്ണി കരിവെച്ച മോനല്ലോ. എടോ പറയുള്ള ഒരു പച്ച ഷർട്ടുകാരൻ പരീക്ഷയുണ്ട്, കണ്ടാമുണ്ടൻ. കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കും. വിളിച്ചാൽ മതി. ഓഹോ, അതിനിടയിലാണ് പ്രേമല്ലേ? സമ്മതിച്ചേ. നീ എന്റെ കയ്യെ കടിച്ചിട്ട് ഓടി അല്ലേടാ? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടിച്ചു പോയത്. അയ്യോ, എന്ത് പെണ്ണ ഇത്? പെണ്ണ ആരെ പെണ്ണ്? നീ തട്ടിക്കൊണ്ടുപോയ പെണ്ണെവിടെ? അയ്യോ സാറേ, ആ പെണ്ണിനെ ഒന്ന് തട്ടിക്കൊണ്ടുപോയി. സത്യം പറയടാ, നീയും ആ പെണ്ണും ഇന്നലെ രാത്രി ഒരു മുറിയിലായിരുന്നല്ലേടാ? അയ്യോ സാറേ, അയ്യോ. ഇതല്ലേ നിങ്ങളുടെ മകൻ വിദ്യാധരൻ? എന്റെ മോനോ? പിന്നെ എന്റെ മോനും. ഈ പിശാചിനെ എനിക്കറിയില്ല. പിശാചോ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. താൻ എന്തിനാണോ പിശാചിന്റെ പുറകെ ഓടിയത്? ഇത് കല്യാണമാലയാ. ഞാൻ ഈ മാലയ്ക്ക് വേണ്ടി ഓടിയേ. അപ്പൊ തന്റെ മകനോ? അതാ ഞാൻ ചോദിക്കണേ. മോന്റെ പേര് വിദ്യാധരൻ എന്നാണോ? ഒരു ചവിട്ട് വെച്ചല്ലോ. ഒരു സഹോദരി ഇവിടെ എവിടെയോ കാണണോ? നീ സ്നേഹിത, നീ എന്നോട് ഇങ്ങനെ ചെയ്താലോ? പിടിക്കാൻ തന്നെ പേടിക്കണ്ട. വധുവിനെ കാണിച്ചു കൊടുക്ക്. വധു മുറിയിലുണ്ട്. ഏത് മുറി? വാ, ഒന്ന് കഴിച്ചാ. നിങ്ങളെല്ലാം കൂടെ ഒന്ന് സഹായിക്കണം. ഓടിക്കളയും. ഇറങ്ങി വാ. ഇറങ്ങി മതി. നീയും കൂടെ ചേർന്നാ ഇത് ചെയ്തു വെച്ചതല്ലേ? ജോലിക്കാരിയെ കൊണ്ട് വളരെ ബുദ്ധിയായി പോയി മോനെ.
കാവേരിക്ക് ഒരു കൂട്ടായല്ലോ. അപ്പോ ഇതല്ലേ യഥാർത്ഥ തൊണ്ടി? മകളല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണ. അതാ ചോദിച്ചത്, മകളല്ലേ? മോനെ കാവേരി വിളിക്ക്. എന്റെ കൂടെ ഇറങ്ങി പോരാൻ ധൈര്യം കാണിച്ചത് ഈ നിൽക്കുന്ന ഗോമതിയാണ് അച്ഛാ. എന്റെ ദൈവമേ, ഞാനിപ്പോ വീഴും. ഒന്ന് പിടിക്കേ. ആരും പിടിക്കരുത്. കാവേരി ഇവിടെ തന്നെയുണ്ട്. ദാ ഈ മനുഷ്യൻ പറഞ്ഞിട്ടാണ് ഞാൻ കാവേരിയെ കല്യാണം കഴിക്കാൻ നടന്നത്. രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ തെറ്റിച്ചാൽ കാര്യം നടത്തി തരാമെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. പക്ഷെ കാവേരി അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. എടാ എന്റെ മോൾ എവിടെ? അപ്പോ ഈ കേസിൽ മൊത്തം എത്ര പ്രതികളുണ്ട്? ശരിയായ പ്രതി ഇപ്പൊ മുങ്ങും. പിടിച്ചോ. ചവിട്ടുന്നതിന്റെ എല്ലിയാ ഒഴിക്കും. തമാശ കളിക്കാതെ സാർ. എടാ എന്റെ മോൾ എവിടെടാ? അയ്യോ അവരിതാ മുറിയിലുണ്ട്. എന്റെ മോളെ അവിവേകമാണെന്ന് എനിക്കറിയാം. ചേട്ടൻ ക്ഷമിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. നല്ല സുന്ദരമായ പൊരുത്തം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇൻസ്പെക്ടർ സാറ് വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ. കേസ് ചാർജ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് ഒരു ഇഞ്ചനങ്ങില്ല. ഇനി ഇവിടെ ഒരു കേസും ഇല്ല. എന്ത് കേസ്? അതങ്ങ് മറ്റേടത്ത് പോയി പറഞ്ഞാൽ മതി. ഇത്രയും നേരം ഇവിടെ കിടന്ന് ഓടിയതും തലയിട്ടടിച്ചതും ചുമ്മാ നേരം പോക്കനായിരുന്നു. ഒരു മഹാഭാവി എന്നെ കയ്യെ പിടിച്ച് കളിക്കുകയും ചെയ്തു. നോ, ഐ ചാർജ് ദി കേസ്. ഞാൻ കേസ് ചാർജ് ചെയ്യും. പറഞ്ഞ സാറേ, കേസ് ചാർജ് ചെയ്യുന്ന പറഞ്ഞ് മനസ്സിലായില്ലേ? ആ സാറിന് ചാർജ് എത്രയാ? നീ അത്രയ്ക്കായോടാ? ഡിപ്പാർട്ട്മെന്റിന്റെ മുഖത്ത് നോക്കി ചാർജ് പറയാറായോടാ? നീ കുറെ നേരമായാലോടാ ചൊറിയാൻ തുടങ്ങിയിട്ട്. മറ്റെല്ലാവരെയും ഞാൻ വിട്ടിരിക്കുന്നു. നിന്നെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. പറയടാ. ഞാൻ വരാ. പക്ഷേ ഈ കല്യാണം നടക്കട്ടെ. സാറേ, വില്ലന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചിട്ട് ആ ബാലുവിന് കൊടുക്കും. ബാലുവിന്റെയും കാവേരുടെയും കല്യാണം ഞങ്ങൾ ആഘോഷമായിട്ട് പിന്നെ നടത്തിക്കോളാം. എന്താ പറഞ്ഞ സാറേ? അതെ അതെ. വിളിച്ചേട്ടാ, ആ മാല മോനെ കയ്യിൽ കൊടുത്താ. മണി കേട്ടോ. കൊടുക്കോ. ഗോമതി എവിടെ? ഗോമതി. ഗോമതി. മാല വിട്ടോ. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടൊരു യാതൊരു കാര്യമില്ല. ഈ കഥയിലെ പ്രധാന വില്ലൻ ഇതാ ഈ നിൽക്കുന്ന കുട്ടമ്പുള്ളിയാ. സാറിന് കഴിയെങ്കിൽ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലോണം പെരുമാറുക. സാറേ, ഇത്ര കല്യാണ സമ്മാനമായിട്ടെങ്കിൽ ഇയാൾക്ക് 4 വരട്ടെ. കുട്ടമ്പിള്ള ചേട്ടനെ നന്നായിട്ടൊന്ന് സൽക്കരിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അതെ അതെ അതെ. ഒരു കൂട്ടം. ഞാൻ നാളെ വന്നാ പോരെ? നടക്കണം സാറേ. ഇങ്ങോട്ടല്ലേ പോവാ? അങ്ങോട്ട് കയറും. അയ്യോ, ഞാൻ കുളിച്ചിട്ട് വരാനേ. അയ്യോ എന്റെ ഉടുതുണി പറക്കല്ലേ. അയ്യോ സാറേ, എസ് ഐ സാറേ, കണ്ണാടി, ചെരുപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്രതി തനി സ്വരൂപത്തിൽ അകത്തുണ്ട്. ഞങ്ങളൊന്ന് വൃത്തിയായിട്ട് കുളിച്ച് വീട്ടിലേക്ക് പോട്ടെ. വളരെ സാറേ, തുണി ഇങ്ങോട്ടാ സാറേ. വേടോ. അയ്യോ വലിക്കണ പൊന്നു സാറേ.